പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹപിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നല്ല ദൈവമേ, വിശുദ്ധിയുടെ ആനന്ദത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ഞങ്ങളെ ആ ആനന്ദം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ വചനം ശ്രവിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് അങ്ങയുടെ വചനം അഭിഷേകത്തോടി പ്രഘോഷിക്കുവാനും അത് സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി സ്വീകരിക്കുവാനും വേണ്ട കൃപ എല്ലാവർക്കും അങ്ങ് നൽകണമേ. നല്ല ദൈവമേ, പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരുവാനും അങ്ങനെ വിശുദ്ധിയുടെ ആനന്ദം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനും അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ ഈ തിരുമണിക്കൂർ പ്രത്യേകമായിട്ട് അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ വചനം ധ്യാനിക്കുവാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ ദൈവമക്കളെ, വിശുദ്ധിയുടെ ആനന്ദത്തിൽ പ്രാർത്ഥനയുടെ അഭിഷേകം നമുക്ക് ലഭിക്കണമെങ്കിൽ ആ പ്രാർത്ഥന എപ്പോഴും ഫലദായകത്വം ഉള്ളതായി തീരണം. പ്രാർത്ഥനയ്ക്ക് ഫലദായകത്വം ഇല്ലാതെ വരുന്നതാണ് നമുക്ക് വിശുദ്ധിയുടെ ആനന്ദം ലഭിക്കാതെ വരുന്നത്. ഈശോ പ്രാർത്ഥിച്ചപ്പോൾ ഈശോയുടെ പ്രാർത്ഥനയിൽ പരിപൂർണമായ ഫലദായകത്വം ഉള്ളതായിട്ട് നാം കാണുന്നുണ്ട്. നമുക്ക് ആ ഈശോയിലേക്ക് നോക്കി ഈശോ എങ്ങനെ പ്രാർത്ഥിച്ചോ അതുപോലെ പ്രാർത്ഥിക്കുകയും അതുപോലെ ഫലദായകത്വത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ലൂക്കായുടെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. സ്നാനം കഴിഞ്ഞ് അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ വന്നു. സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഈശോ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ പ്രാവിൻ്റെ രൂപത്തിൽ വന്നു. സ്വർഗത്തിൽ നിന്നുള്ള സ്വരമുണ്ടായി, നീ എൻ്റെ പിതാവിൻ്റെ സ്വരം, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈശോ പ്രാർത്ഥിച്ചപ്പോൾ ഈ ഫലങ്ങൾ ഉണ്ടായെങ്കിൽ നാം പ്രാർത്ഥിക്കുമ്പോഴും ഈ ഫലങ്ങൾ ഉണ്ടാകണം. ഈ ഫലങ്ങൾ ഉണ്ടാകാത്തതാണ് നമ്മുടെ ജീവിതം, നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും നമുക്ക് വിരസമായി തോന്നുകയും അങ്ങനെ പ്രാർത്ഥനയുടെ ഫലം ലഭിക്കാതെ മറ്റു പലതിൻ്റെയും പുറകെ പോവുകയും ചെയ്യുന്നത്. ഈശോ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പ്രാർത്ഥനയാണ് സ്വർഗം തുറക്കാനുള്ള താക്കോല്. പ്രെയർ ഈസ് ദ കീ ടു ഓപ്പൺ ദ ഹെവൻ. പ്രാർത്ഥന കൊണ്ടേ സ്വർഗം തുറക്കാൻ പറ്റുകയുള്ളൂ. മറ്റ് യാതൊരു ടെക്നിക്കും സ്വർഗം തുറക്കാനായിട്ടില്ല. പ്രാർത്ഥന കൊണ്ട് സ്വർഗം തുറക്കാൻ സാധിക്കും. ഈ പ്രാർത്ഥന കൊണ്ട് സ്വർഗം തുറക്കാൻ സാധിക്കാതെ വരുന്നതാണ് പലപ്പോഴും പലരും മന്ത്രവാദികളുടെയും കൂടോത്രക്കാരൻ്റെയും മറ്റു പല പൈശാചിക പ്രവർത്തനങ്ങളുടെയും എല്ലാം പുറകെ പോകുന്നത്. സ്വർഗം തുറക്കപ്പെട്ടാൽ അത് ഫലദായകത്വമായിട്ട് ഒരുവൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ ഒരിക്കലും ഇങ്ങനെയുള്ള പൈശാചിക പ്രവർത്തനങ്ങളുടെ പുറകെ നാം പോകില്ല. അതുകൊണ്ട് സ്വർഗം തുറക്കപ്പെടണം. ഈശോ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും സ്വർഗം തുറക്കപ്പെടും. അതായത് നമ്മുടെ നിയോഗങ്ങൾ എന്തു തന്നെയായാലും അത് തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും. പക്ഷേ അതിന് 2 കണ്ടീഷൻസ് ഉണ്ട്. 1 വിശ്വാസം വേണം, 2 നമുക്ക് വിശുദ്ധി വേണം. നമ്മൾ എത്രമാത്രം പ്രാർത്ഥിച്ചാലും ഏക ദൈവത്തിൽ ഈശോയിൽ നാം വിശ്വസിക്കുന്നില്ലെങ്കിൽ, പരിപൂർണമായിട്ടും ആ ദൈവത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ സ്വർഗം തുറക്കപ്പെടില്ല. നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ല, അതിൽ ഫലമുണ്ടാകില്ല. നമുക്ക് ആഴമായ വിശ്വാസം, ആ ഏക ദൈവത്തിൽ ഈശോയിലുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. ഒരിക്കൽ ഒരു ഫാം വെഞ്ചരിക്കാനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് എന്നെ വിളിച്ചു. ഒരു വലിയ ഫാമാണ്, ഏതാണ്ട് ഒരു 4 ഏക്കറോളം സ്ഥലം, 4-5 ഏക്കറോളം സ്ഥലത്ത് ഉള്ള വലിയ ഫാം. അവിടെ പശുക്കളുണ്ട്, ആടുകളുണ്ട്, കോഴിയുണ്ട്, അങ്ങനെ ഒത്തിരി മൃഗങ്ങളെല്ലാം ഉള്ളൊരു ഫാം. അതിനുശേഷം 2-3 ഏക്കർ നല്ല ഒരു കുന്നിൻ ചെരുവാണ്. അവിടെ അതിന് തീറ്റയ്ക്കുള്ള പുല്ലുകളും മറ്റെല്ലാം ഉണ്ട്. അരികിലൂടെ ഒരു അരുവി, ഒരു തോടിങ്ങനെ ഒഴുകുന്നുണ്ട്, ഇഷ്ടംപോലെ ജലമുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫാമാണ്. ഒത്തിരി മൃഗങ്ങളെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. പല പല വിധത്തിലുള്ള മൃഗങ്ങൾ,
പശു, ആട്, കോഴി, അങ്ങനെയെല്ലാം. ഏതായാലും അതിൻ്റെ ഉടമസ്ഥൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ വർഷങ്ങളായിട്ട് ഇത് നടത്തുന്നതാണ്, ഇങ്ങനെയങ്ങ് പോകുന്നു എന്നല്ലാതെ എനിക്കൊരു ഉയർച്ചയില്ല, പലപ്പോഴും ഇതിൽ നിന്ന് നഷ്ടമല്ലാതെ ലാഭമൊന്നും ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് അച്ഛനൊന്ന് ബന്ധിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയി. ഞാൻ പ്രാർത്ഥന ചൊല്ലി ആ ഫാം മുഴുവനും നടന്ന് അനാവെള്ളം തെളിച്ച് വിശുദ്ധീകരിക്കുകയാണ്. അപ്പോഴവിടെ വളരെ വിചിത്രമായൊരു കാഴ്ച കണ്ടു. അതിൻ്റെ ഒരു വശത്ത് ഒരു കൂട്ടിൽ ജോലിക്കാരൻ കൊണ്ടുവന്ന് ഏതോ ഒരു മൃഗത്തിന് ഭക്ഷണം കൊടുക്കുകയാണ്. ഞാൻ നോക്കിയപ്പോൾ എലികളാണ്, എലിക്ക് ഭക്ഷണം കൊടുക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താണ്, നിങ്ങളിവിടെ എലിയെ വളർന്നു? സാധാരണ മനുഷ്യർ ഫാമിൽ നിന്നും കൃഷിയിടങ്ങളിൽ നിന്നെല്ലാം എലിയെ കൊല്ലുവാനായിട്ട് പരിശ്രമിക്കും. ഇവിടെ നിങ്ങൾ എലിയെ ഇതുപോലെ ഭക്ഷണം കൊടുത്ത് വളർത്തുകയാണോ? എന്താണ് ഇതിന് വാണിജ്യ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുകൊണ്ട് നേട്ടമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ഇത് ഇവിടെയല്ല, ഈ ഫാമിൻ്റെ 4 മൂലയ്ക്കും ഓരോ കൂട് വെച്ച് അതിനകത്ത് കുറേ എലികൾ വളർത്തുന്നുണ്ട്. അതുപോലെ 4 മൂലയ്ക്കും ഓരോ പോത്തിനെയും കെട്ടിയിട്ടുണ്ട്. അച്ഛനറിയാവോ, എലിയാണ് ഗണപതിയുടെ വാഹനം. ഗണപതി വളരെ ശക്തനായിട്ടുള്ളൊരു ദേവനാണ്. അപ്പോൾ 4 മൂലയ്ക്കും ഇങ്ങനെ എലിയെ വച്ച് വളർത്തിക്കഴിഞ്ഞാൽ ആ ഗണപതിയുടെ ഒരു സംരക്ഷണം കിട്ടും. അതുപോലെ പോത്താണ് കാലൻ്റെ വാഹനം. അതുകൊണ്ട് പോത്തിനെയും 4 സ്ഥലത്തും 4 മൂലയ്ക്കും കെട്ടിയിരിക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള കാലൻ്റെ ഒരു ഉപദ്രവവും ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ദൈവത്തിൽ വിശ്വസിച്ചാൽ ആ ദൈവത്തിൽ വിശ്വസിക്കുക. വേറൊരു ദൈവത്തിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ദൈവത്തിൽ നിന്ന് യാതൊരു രീതിയിലുമുള്ള പ്രചോദനങ്ങളോ അനുഗ്രഹങ്ങളോ ഉണ്ടാകില്ല, ഒരു സംശയമില്ല. ആത്മീയമായിട്ട് നാം ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിൽ 2 ശക്തിയാണുള്ളത്. ഒന്ന് ദൈവത്തിൻ്റെ ശക്തി, മറ്റ് പൈശാചിക ശക്തി. ഈ ദൈവത്തിൻ്റെ ശക്തിയിൽ നമ്മൾ ആശ്രയിച്ചാൽ 100-ൽ 101% ആ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക. വേറെ ഏതെങ്കിലും ശക്തിയുടെ പുറകെ പോയി കഴിഞ്ഞാൽ അത് മന്ത്രവാദി ആയിക്കോട്ടെ, കൂടോത്രക്കാരനായിക്കോട്ടെ, അല്ലെങ്കിൽ കാലനായിക്കോട്ടെ, ഗണപതി ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, നമ്മുടെ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു അനുഗ്രഹവും ഉണ്ടാകില്ല, ഉപദ്രവം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, പ്രാർത്ഥനയിൽ സ്വർഗം തുറക്കപ്പെടണമെങ്കിൽ, നമ്മൾ പ്രാർത്ഥിക്കണ അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ 100-ൽ 101% നമ്മുടെ ദൈവത്തിൽ വിശ്വസിക്കണം. ആഴമായ വിശ്വാസം. അവിടെ മറ്റൊരു വിശ്വാസത്തിനും സ്ഥാനമില്ല. രണ്ടാമത്, സ്വർഗം തുറക്കപ്പെടണമെങ്കിൽ, നമ്മുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണം. നമ്മളൊരു വിശുദ്ധ ജീവിതം നയിച്ചിട്ട് നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കാതെ എന്തെല്ലാം പ്രാർത്ഥനകൾ നടത്തിയാലും അതുകൊണ്ട് ഗുണമില്ല. നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണം. എനിക്കറിയാം, ഒരു ഹിന്ദു സഹോദരി ക്രിസ്തീയ സഭയിലേക്ക് വന്ന് ഈശോയിൽ വിശ്വസിച്ച് ഒത്തിരിയേറെ നന്മ ചെയ്ത് വിശുദ്ധിയിൽ ജീവിക്കുന്നൊരു സഹോദരി. വളരെ ആഴമായ വിശ്വാസമുണ്ട്, അതുപോലെ ജീവിതവുമുണ്ട്. ആ സഹോദരിയുടെ കുടുംബത്തിൽ ജീവിത പങ്കാളിക്കും മക്കൾക്ക് എല്ലാവർക്കും ചിക്കൻ ബോക്സ് വന്നു. എല്ലാവരും രോഗികളായിട്ട് ഇങ്ങനെ ചിക്കൻ ബോക്സ് വന്ന് കിടക്കുകയാണ്. ഈ സമയത്ത് ഈ സഹോദരി ഈശോയോട് പോയി പ്രാർത്ഥിച്ചു, ഈശോയെ, ഇവർക്കെല്ലാം ചിക്കൻ ബോക്സ് വന്ന് അവരെല്ലാം രോഗശൈലിയിലാണ്, അതുകൊണ്ട് എനിക്ക് ചിക്കൻ ബോക്സ് വരാൻ പാടില്ല. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, നിന്നിൽ വിശ്വസിക്കുന്നു. എനിക്ക് ചിക്കൻ ബോക്സ് വന്നാൽ ഇവരെ എനിക്ക് ശുശ്രൂഷിക്കാൻ പറ്റില്ല, എനിക്ക് കുർബാനയ്ക്ക് പള്ളിയിൽ ദേവാലയത്തിൽ പോകാൻ സാധിക്കില്ല. ഞാനൊരു ദിവസം പോലും എൻ്റെ ദിവ്യബലി മുടങ്ങാറില്ല. അതുകൊണ്ട് എനിക്കെല്ലാ ദിവസവും ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കണം, എനിക്ക് ദിവ്യബലിയിൽ പങ്കെടുക്കണം, അതുപോലെ ഇവരെ ശുശ്രൂഷിക്കണം. അതുകൊണ്ട് എനിക്ക് ചിക്കൻ ബോക്സ് വരാൻ പാടില്ല, നിന്നിൽ ആശ്രയിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന്. അങ്ങനെ അവൾ അടിയുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ചിക്കൻ ബോക്സ് വരും എന്നുള്ള രീതിയിലുള്ള ആ ഒരു ശരീരവേദനയും അതിൻ്റെ അസ്വസ്ഥതകളെല്ലാം തുടങ്ങി. വീട്ടുകാരെല്ലാവരും വിചാരിച്ചു അവൾക്കും വരാൻ പോകുകയാണെന്ന്. പക്ഷെ അവൾ വിശ്വസിച്ചു, ഇല്ല, ഞാൻ ഈശോയോട് ചോദിച്ചിരിക്കുന്ന ഒരു അനുഗ്രഹം ഇതാണ്, എനിക്കത് ഈശോ തരും എന്ന്. പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ പോകാൻ എഴുന്നേറ്റപ്പോഴും ഭയങ്കരമായ ശാരീരിക വേദന, അസ്വസ്ഥതകൾ, അതിൻ്റെ രോഗലക്ഷണങ്ങളെല്ലാം കാണാൻ, ആ രീതിയിലുള്ള വേദനകൾ വരാൻ തുടങ്ങി. അപ്പോഴും അവൾ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല, എൻ്റെ കർത്താവ് എനിക്കിത് ഈ രോഗം വരുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ദേവാലയത്തിൽ പോയി. അന്ന് ദിവ്യബലിയിൽ പങ്കുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിച്ചതോടുകൂടി അതിൻ്റെ ആ ലക്ഷണങ്ങൾ,
അല്ലെങ്കിൽ അതിൻ്റെ ആ വേദനകൾ, അസ്വസ്ഥതകൾ എല്ലാം മാറിക്കിട്ടി. അവൾക്ക് ഒരിക്കലും ആ അസുഖം വന്നില്ല. വിശുദ്ധിയിൽ ജീവിക്കുക, വിശ്വാസത്തോടു കൂടി വിശുദ്ധിയിൽ ജീവിക്കുക. അപ്പോൾ സ്വർഗം തുറക്കപ്പെടും. ഇങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടണം. സ്വർഗം തുറക്കപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഒരുപക്ഷെ മറ്റ് വിശ്വാസങ്ങളുടെ, മറ്റ് പൈശാചിക പ്രവർത്തനങ്ങളുടെ എല്ലാം പുറകെ പോകും. അടിയുറച്ച് വിശ്വസിക്കുക, ഈശോ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും സ്വർഗം തുറക്കപ്പെടും, അതിന് യാതൊരു സംശയമില്ല. രണ്ടാമത്, ഈശോ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഈശോയുടെ മേൽ വന്നു. നാം പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും. പ്രാർത്ഥിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ വേണം. പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കില്ല. അമ്മ ത്രേസ്യ പറയുന്നത്, ഈശോ എന്ന വാക്കുച്ചരിക്കണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ വേണമെന്നാണ്. പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് ഈശോ എന്നൊരു വാക്കുപോലും ഉച്ചരിക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തികളും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം മൂലമാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടോ? അത് പരിശുദ്ധാത്മാവ് സഹായിക്കുന്നതുകൊണ്ടാണ്. നമുക്ക് നല്ലൊരു കുമ്പസാരം നടത്താൻ സാധിക്കുന്നുണ്ടോ? അത് പരിശുദ്ധാത്മാവ് സഹായിക്കുന്നതുകൊണ്ടാണ്. നമുക്ക് സമാധാനപരമായ ജീവിതമുണ്ടോ? അത് പരിശുദ്ധാത്മാവ് സഹായിക്കുന്നതുകൊണ്ടാണ്. നാം ചെയ്യുന്ന എല്ലാ പുണ്യപ്രവൃത്തികളും, എല്ലാ നല്ല കാര്യങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൊണ്ടാണ്. അതുകൊണ്ട് ഈശോ എന്നൊരു വാക്കുച്ചരിക്കണമെങ്കിൽ പോലും നമുക്ക് പരിശുദ്ധാത്മാവിനെ വേണം. അതുപോലെ തന്നെ നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് പരിശുദ്ധാത്മാവിനെ ലഭിക്കും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൂടുതലായിട്ട് നമുക്ക് വളരും. ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നാം ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെയായിട്ട് അശുദ്ധാത്മാവിനെക്കുറിച്ച്, അതായത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അവിടെ അശുദ്ധാത്മാവ്, നമുക്കതിനെ അശുദ്ധാത്മാവെന്നോ പിശാചെന്നോ ഈവിളെന്നോ പവേഴ്സ് ഓഫ് ഡാർക്ക്നെസ് എന്നോ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. അതായത് ഞാൻ പറഞ്ഞതുപോലെ രണ്ട് ശക്തിയാണുള്ളത്. ഒന്ന് ദൈവത്തിൻ്റെ ശക്തി, രണ്ട് പൈശാചിക ശക്തി. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ പൈശാചിക ശക്തിയുണ്ട്. അപ്പോൾ അതിനെ ചിലർ പിശാചെന്ന് വിളിക്കുന്നു, ചിലർ ഡെവിളെന്ന് വിളിക്കുന്നു, ചിലർ സാത്താനെന്ന് വിളിക്കുന്നു, ചിലർ അന്ധകാര ശക്തികൾ എന്ന് വിളിക്കുന്നു. എന്ത് വേണമെങ്കിലും വിളിക്കാം. നമുക്കൊക്കെ ഒരു ചിന്തയുണ്ട്, ഈ പിശാച് അല്ലെങ്കിൽ സാത്താൻ വരുന്നത് പലപ്പോഴും നമ്മളെയൊക്കെ പേടിപ്പെടുത്തുന്ന രൂപത്തിൽ ഭയങ്കര ഒരു കൂർത്ത കൊമ്പുകളും നീണ്ട പല്ലൊക്കെ ആയിട്ട് ഒരു ഭീകര സത്വത്തിൻ്റെ രൂപത്തിലാണെന്ന്. പഴയ സിനിമകൾ, അതായത് ജീസസ്, തോമാസ് ലിയ എന്നുള്ള പഴയ സിനിമകളിലൊക്കെ ഈശോയെ പ്രലോഭിപ്പിക്കാൻ വരുന്ന പിശാചിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പിശാചിൻ്റെ രൂപം എങ്ങനെയാണ്? വളരെ ഒരു ഭീകര സത്വം, നീണ്ട കൊമ്പും പല്ലുകളൊക്കെ ആയിട്ടുള്ള. പ്രിയ ദൈവമക്കളെ, പിശാച് അങ്ങനെയൊന്നും അല്ല വരുന്നത്. പിശാച് വരുന്നത് ഏറ്റവും മനോഹരമായ സുന്ദരന്മാരുടെയും സുന്ദരിമാരുടെയും രൂപത്തിലാണ്. എന്താണ് ഈ പിശാചിൻ്റെ പണി എന്ന് പറയുന്നത്? പിശാചിൻ്റെ പണി അസത്യമായിട്ടുള്ളതിനെ സത്യമായിട്ട് ചിത്രീകരിക്കുക, സത്യമായിട്ട് കാണിക്കുക. സത്യമാണെന്ന് തോന്നിപ്പിക്കും, അസത്യമാണ് അതിനെ പ്രലോഭിപ്പിച്ച് അല്ലെങ്കിൽ അതിനെ സത്യമായിട്ട് കാണിക്കും. അങ്ങനെ കാണിക്കണമെങ്കിൽ, നമ്മളെ പ്രലോഭിപ്പിക്കണമെങ്കിൽ അത് ഭീകര സത്യമായിട്ട് വന്നാലൊന്നും പ്രലോഭിപ്പിക്കാൻ സാധിക്കില്ല. ഏറ്റവും സുന്ദരമായ രൂപത്തിൽ, മനോഹരമായ രൂപത്തിൽ വന്നാലാണ് മനുഷ്യൻ ആ പ്രലോഭനത്തിൽ വീണു പോവുകയുള്ളൂ. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. നമ്മൾ ടെലിവിഷൻ തുറക്കുമ്പോൾ കാണുന്നു നല്ല സോപ്പിൻ്റെയും അതുപോലെ തന്നെ ഷാമ്പൂവിൻ്റെയൊക്കെ പരസ്യങ്ങൾ. ഈ പരസ്യങ്ങളിൽ ആരാണ് അഭിനയിക്കുന്നത്? ലോകസുന്ദരിമാരും വിശ്വസുന്ദരിമാരും ഒക്കെയാണ് അഭിനയിക്കുന്നത്. അപ്പോൾ നമ്മുടെ പെൺകുട്ടികൾ വിചാരിക്കും, ഞാൻ ഈ സോപ്പ് ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ ഈ ഷാമ്പു ഉപയോഗിച്ചാൽ ഞാൻ ഇതുപോലെ വിശ്വസുന്ദരിയോ ലോകസുന്ദരിയൊക്കെ ആവുമെന്നൊക്കെ പ്രതീക്ഷിക്കും. പക്ഷേ വല്ലത് സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല. ഒരു കേരള സുന്ദരി പോലും ആകാൻ പോകുന്നില്ല. അപ്പോൾ എന്താണ്? നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുക, അസത്യമായിട്ടുള്ളതിനെ സത്യമായിട്ട് പോലെ ചിത്രീകരിക്കുക. അതാണ് വീടുകളിലൊക്കെ എങ്ങനെ ഭർത്താക്കന്മാരുടെയും മക്കളുടെയും മാതാപിതാക്കളുടെയും അമ്മായിമ്മയുടെ കുറ്റം പറയുന്ന ചില ചേട്ടത്തിമാരെ കാണാം. ഒത്തിരിയേറെ ഇങ്ങനെ മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുകയാണ്. അവർ വിചാരിക്കുന്നത് അവരിങ്ങനെ കുറ്റം പറയുമ്പോൾ അവരെ തന്നെ നീതീകരിക്കപ്പെടുകയാണെന്നാണ്. അല്ല, അത് അവരെ തന്നെ നശിപ്പിക്കുകയാണ്, കുടുംബത്തെ നശിപ്പിക്കുകയാണ്, സൽപ്പേരിനെ നശിപ്പിക്കുകയാണ്. ജീവിത പങ്കാളിയെക്കുറിച്ചുള്ളൊരു നല്ല ആ സൽപ്പേരെല്ലാവരും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവരത് മനസ്സിലാക്കുന്നില്ല. അവരിങ്ങനെ കുറ്റം പറഞ്ഞ് മറ്റുള്ളവരുടെ എല്ലാം കുറ്റം വിധിച്ച് ചെയ്യുമ്പോഴത്തേക്കും അതാണ് പിശാചിൻ്റെ പണി എന്ന് പറയുന്നത്. അതാണ് പിശാചിൻ്റെ പണി. അങ്ങനെ അസത്യമായുള്ളതിനെ സത്യമായിട്ട് ചിത്രീകരിക്കുന്നു. ഇനി ചില മനുഷ്യർ, മദ്യപാനികൾ, മദ്യം കഴിക്കുമ്പോഴത്തേക്ക് അവർ വിചാരിക്കും അവർ ഭൂമിയിലെ രാജാക്കന്മാരാണെന്ന്. അതുപോലെ ഭയങ്കര ശക്തിയുള്ള ഞങ്ങളെ കവിഞ്ഞ ആരുമില്ല എന്നൊക്കെ. പക്ഷെ വല്ല ശക്തിയുണ്ടോ? സീറോ, ഒന്നും ആകുന്നില്ല. ആ മദ്യം ഇറങ്ങിക്കഴിയുമ്പോൾ കാണാം എവിടെയെങ്കിലും വഴിയോരത്തോ തോട്ടിലൊക്കെ കിടക്കുന്ന മനുഷ്യൻ, ആർക്കും വേണ്ടാത്ത, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യൻ. പക്ഷേ ഇതങ്ങനെ ചെല്ലുമ്പോൾ എല്ലാവരും വിചാരിക്കും
ഭയങ്കര ശക്തിയാണെന്ന്. അതാണ് അസത്യമായിട്ടുള്ളതിനെ സത്യമായിട്ട് ചിത്രീകരിക്കുക. നമ്മുടെ ചെറുപ്പക്കാർ ഈ ബൈക്കിലൊക്കെ മോട്ടോർ സൈക്കിളിലൊക്കെ ഭയങ്കരമായ ഓവർ സ്പീഡിൽ ഇങ്ങനെ ഭയങ്കര ശബ്ദവും കേൾപ്പിച്ചുകൊണ്ട് പോകുന്ന കാണാം. ആരാണ് അവരുടെ ഹീറോസ്? അവരുടെ നേതാക്കന്മാർ, അവരുടെ റോൾ മോഡൽസ് വലിയ വലിയ ഫിലിം സ്റ്റാർസൊക്കെയാണ്. ഈ ഫിലിമിൽ കാണിക്കുന്നതൊക്കെ വെറും തട്ടിപ്പാന്നുള്ളവരും ആര് മനസ്സിലാക്കുന്നു? അതൊക്കെ ക്യാമറയുടെ ചില ടെക്നിക്കുകളൊക്കെയാണ്. പക്ഷേ ഇതെല്ലാം സത്യമാണെന്ന് വിചാരിച്ച് ഇവന്മാർ ഈ ബൈക്ക് പിടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പോവും. ആ പോക്കിന് പലപ്പോഴും പല കേസിലും തീർന്നു പോകും. നമ്മൾ പലപ്പോഴും കണ്ട് എത്രയോ ഓരോ ദിവസവും ഇതുപോലെ എത്ര സംഭവങ്ങളാണ്. പക്ഷേ അതുകൊണ്ടൊന്നും ഇത് പഠിക്കില്ല. അവിടെയാണ് പിശാചിൻ്റെ വിജയം എന്ന് പറയുന്നത്. അസത്യമായിട്ടുള്ളതിനെ സത്യമായിട്ട് ചിത്രീകരിച്ച് മനുഷ്യനെ വഴിതെറ്റിക്കുന്നു, അവനെ മരണത്തിലേക്കും അങ്ങനെ ജീവിതത്തിൻ്റെ അധംപതത്തിലേക്കും അവനെ നയിക്കുന്നു. അതുകൊണ്ട് നമ്മളെ നയിക്കുന്നത് ഒരാത്മാവാണ്. ഒന്നോലെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ അശുദ്ധാത്മാവ്. അത് നമ്മുടെ പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വ്യക്തി നന്മയാണ് ചെയ്യുന്നത്, അവന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നുണ്ട്, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ ഇടപെടാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അവനെ പരിശുദ്ധാത്മാവ് നയിക്കുന്നു. അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവന് കൂടുതലായിട്ട് ആ പരിശുദ്ധാത്മാവിന് ലഭിക്കും. ഓരോ പ്രാർത്ഥനയും ഓരോ പ്രാവശ്യവും വളരെ കൂടുതലായിട്ട് അവന് ആ പരിശുദ്ധാത്മാവിനെ ലഭിക്കും. ആ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രാർത്ഥിക്കുമ്പോൾ അത് കൂടുതലായിട്ട് വരികയും ചെയ്യും. ഇനി മൂന്നാമത്തെ ഫലദായിത്വം എന്ന് പറയുന്നത്, സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈശോയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു. കാരണം പിതാവായ ദൈവം ഈശോയെ പുത്രനായിട്ട് വീണ്ടും അംഗീകരിച്ചിരിക്കുന്നു. ഇറ്റ് വാസ് റീഅഫേംഡ് ദാറ്റ് ഹി ഈസ് ദ സൺ ഓഫ് ഗോഡ്. പിതാവായ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ആ പിതാവ് വീണ്ടും അംഗീകരിച്ച് സ്വീകരിച്ചിരിക്കുന്നു. ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾ, സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് ഈശോയെ സംബന്ധിച്ചിടത്തോളം. പ്രിയ ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഈശോയുടെ പുത്രന്മാരും പുത്രിമാരുമാകുന്നു. ദൈവത്തിൻ്റെ പുത്രന്മാർക്കും പുത്രിമാർക്കും മാത്രമേ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ സാധിക്കില്ല, പ്രാർത്ഥിക്കാൻ സാധിക്കില്ല. നമ്മൾ പാപം ചെയ്ത് ആ ദൈവത്തിൻ്റെ പുത്രസ്ഥാനം പുത്രിസ്ഥാനം നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോയെന്നിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കില്ല. അങ്ങനെ പാപം ചെയ്ത് അകന്നുപോയി പുത്രസ്ഥാനം പുത്രിസ്ഥാനം നഷ്ടപ്പെട്ടൊരു വ്യക്തി പരിശുദ്ധ കുർബാനയുടെ മുന്നിൽ പോയി മണിക്കൂറുകളോളം ഇരുന്നാലും ആ വ്യക്തിക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കില്ല. പ്രാർത്ഥിക്കും, പക്ഷേ അത് യഥാർത്ഥമായുള്ള പ്രാർത്ഥനയായിരിക്കില്ല. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ അധരം കൊണ്ട് പറയുന്നതെല്ലാം പ്രാർത്ഥനയൊന്നും ആകില്ല. പ്രാർത്ഥന, അമദ്രേസ്യ പറയുന്നത്, നാം ആരാണെന്നും നാം ആരോടാണ് സംസാരിക്കുന്നത്, എന്താണ് പറയുന്നത് എന്നുള്ള ആഴമായ ബോധ്യമില്ലാതെ എത്ര വേഗത്തിൽ ഞാൻ എൻ്റെ അധരങ്ങൾ ചലിപ്പിച്ചാലും എനിക്കതിനെ പ്രാർത്ഥന എന്ന് വിളിക്കാൻ പറ്റില്ല. ഞാൻ ആരാണ്? എൻ്റെ അവസ്ഥ എന്താണ്? എൻ്റെ നിസ്സഹായ അവസ്ഥ, പാപിയായ ഞാൻ, ബലഹീനായ ഞാൻ, എൻ്റെ അവസ്ഥ. ആരോടാണ് ഞാൻ സംസാരിക്കുന്നത്? പിതാവായ ദൈവത്തോട്, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തോട്, എന്നെ സൃഷ്ടിച്ച ദൈവത്തോട്, എന്നെ പരിപാലിക്കുന്ന ദൈവത്തോട്, ഓരോ നിമിഷവും എന്നെ കൊണ്ടു നടക്കുന്ന ആ എൻ്റെ ദൈവത്തോടാണ് ഞാൻ സംസാരിക്കുന്നത്. ആരോടാണ് ഞാൻ സംസാരിക്കുന്നത്? അതുപോലെ തന്നെ എന്താണ് ഞാൻ സംസാരിക്കുന്നത്? അതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ ഒരുപക്ഷെ എൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നതായിരിക്കാം, ഒരുപക്ഷെ എൻ്റെ നിയോഗങ്ങളായിരിക്കാം, ഒരുപക്ഷെ എൻ്റെ വേദനകൾ കർത്താവിന് മുന്നിൽ അവതരിപ്പിക്കുന്നതായിരിക്കാം, ഒരുപക്ഷെ എൻ്റെ ബലഹീനതകളായിരിക്കാം, എൻ്റെ പരാതികളായിരിക്കാം. ഞാൻ എന്താണ് സംസാരിക്കുന്നത്? അതിനെക്കുറിച്ച് എനിക്ക് നല്ല അവബോധമുണ്ടാകണം. അതല്ലാതെ ഞാൻ എത്രമാത്രം വേഗത്തിൽ എൻ്റെ അധരങ്ങൾ ചലിപ്പിച്ചാലും എനിക്കതിനെ പ്രാർത്ഥന എന്ന് വിളിക്കാൻ സാധിക്കില്ല എന്നാണ് അമദ്രേസ്യ പറയുന്നത്. അപ്പോൾ നാം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ദേവാലയത്തിൽ പള്ളിയിൽ പോയി നോർത്തുകൊണ്ട് പ്രാർത്ഥനയാകണമെന്നില്ല. സന്ധ്യാസമയത്ത് കുടുംബാംഗങ്ങളോട് ഒപ്പം ഇരുന്ന് സ്വർഗസ്നാതാവ് നന്മറിഞ്ഞ് ചെല്ലി നോർത്തുകൊണ്ട് പ്രാർത്ഥനയാകണമെന്നില്ല. നമ്മൾ യാമപ്രാർത്ഥന ചെല്ലുമ്പോഴും, നമ്മൾ ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോഴും, കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോഴും ഒക്കെ ആ എഴുതി വച്ചിരിക്കുന്ന അല്ലെങ്കിൽ നാം കാണാതെ പഠിച്ചിരിക്കുന്ന പ്രാർത്ഥനകൾ ഉരുവിട്ടു എന്ന് കരുതിക്കൊണ്ട് അതൊരിക്കലും പ്രാർത്ഥനയാകണമെന്നില്ല. നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലവിങ് കോൺവെർസേഷൻ വിത്ത് ജീസസ്.
ഈശോയുമായുള്ള ഒരു സ്നേഹ സംഭാഷണമാണ്. ആ സ്നേഹ സംഭാഷണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ജീവിത പങ്കാളിയോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ സുഹൃത്തുക്കളോട്, മാതാപിതാക്കളോട്, സഹോദരങ്ങളോട് അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വികാരത്തോടു കൂടി, ആ ഒരു മനോഭാവത്തോടുകൂടി നാം ഈശോയോട് സംസാരിക്കും. അപ്പോഴാണ് അത് പ്രാർത്ഥനയാകുകയുള്ളൂ. അപ്പോൾ മാത്രമേ, ഇതൊരു സ്നേഹ സംഭാഷണമാണ്. സ്നേഹ സംഭാഷണമാണെങ്കിൽ അവിടെ സന്തോഷമുണ്ടാകും, അവിടെ ആനന്ദമുണ്ടാകും. അപ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോൾ നാം ഒരുപക്ഷെ സങ്കീർത്തകൻ്റെ സങ്കീർത്തനമായിരിക്കും, അല്ലെങ്കിൽ ഈശോ പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥനയായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നാം കാണാതെ പഠിച്ചിരിക്കുന്ന പ്രാർത്ഥനകളായിരിക്കും. പക്ഷേ ഏത് പ്രാർത്ഥന ആണ് ചെല്ലുന്നതെങ്കിലും അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരണം. ഞാൻ ആരാണ്, ഞാൻ ആരോടാണ് സംസാരിക്കുന്നത്, ഞാൻ എന്താണ് സംസാരിക്കുന്നുള്ള പൂർണ്ണമായ ബോധ്യം എനിക്കുണ്ടാകണം. അങ്ങനെ ഞാനൊരു സ്നേഹസല്ലാപമായിട്ട് എൻ്റെ പ്രാർത്ഥന കർത്താവിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും എനിക്ക് ആനന്ദത്തിന് വകയാണ്. കാരണം നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം പങ്കുവയ്ക്കുമ്പോൾ നമുക്കൊത്തിരി സന്തോഷമുണ്ടാകും, നമ്മുടെ ആനന്ദമുണ്ടാകും. അപ്പോൾ നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ഓരോ നിമിഷവും നമ്മെ നയിക്കുകയും ചെയ്യുന്ന ആ ഈശോയുമായുള്ള സ്നേഹ സംഭാഷണം അതെത്രയോ ആനന്ദം നമുക്ക് നൽകേണ്ടതാണ്. തീർച്ചയായിട്ടും അത് നമുക്ക് ഒത്തിരിയേറെ ആനന്ദം നൽകും. അപ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം, ഈശോ നമ്മളോട് പറയുന്നു, നീ എൻ്റെ പുത്രനാകുന്നു, നീ എൻ്റെ പുത്രിയാകുന്നു എന്ന് പറയുന്നുവെങ്കിൽ അത് നാം യഥാർത്ഥമാണ്. അപ്പോൾ മാത്രമേ നമ്മുടെ പ്രാർത്ഥന യഥാർത്ഥ പ്രാർത്ഥനയാകുകയുള്ളൂ. അതുകൊണ്ട് ഈശോ പ്രാർത്ഥിച്ചപ്പോൾ ഈ 3 കാര്യങ്ങൾ സംഭവിച്ചു. സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വന്നു, ദൈവത്തിൻ്റെ സ്വരമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നാം പ്രാർത്ഥിക്കുമ്പോഴും ഈ 3 സംഭവങ്ങളും ഉണ്ടാകണം. അപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലദായകത്വം ഉണ്ടാകുന്നത്. സ്വർഗം തുറക്കപ്പെടണം. നമ്മുടെ നിയോഗങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ എന്തു തന്നെയായാലും അത് ലഭിച്ചിരിക്കണം. അത് ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് നാം ചേർത്ത് വയ്ക്കുമ്പോൾ അത് ലഭിച്ചിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് പരിശുദ്ധാത്മാവിനെ ലഭിക്കും. പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ടും മാറ്റുവാനായിട്ട് സാധിക്കും. ഈശോ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടും. നമ്മുടെ ചിന്ത, നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തിയെല്ലാം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടും. നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം, നീ എൻ്റെ പുത്രനാകുന്നു, നീ എൻ്റെ പുത്രിയാകുന്നു. പുത്രനും പുത്രിക്കും മാത്രമേ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ പുത്രൻ അല്ലെങ്കിൽ പുത്രി എന്നുള്ള ആ ഒരു വികാരത്തോടു കൂടി ഈശോയോട്, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ ഹൃദയത്തിൻ്റെ വികാരങ്ങളെല്ലാം ഈശോയുടെ മുന്നിൽ നമ്മൾ പ്രകടിപ്പിക്കുക. അത് സന്തോഷത്തിൻ്റെ അനുഭവമാണ്, അത് ആനന്ദത്തിൻ്റെ അനുഭവമാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊത്തിരിയേറെ സന്തോഷവും സമാധാനവും ആനന്ദവും എല്ലാം ലഭിക്കും. പ്രിയ ദൈവമക്കളെ, ഈ ആനന്ദം ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങൾ എനിക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ശരിയായ പ്രാർത്ഥനയിലൂടെ വിശുദ്ധിയുടെ ആനന്ദം നമുക്ക് ലഭിക്കുവാനായിട്ട്. നല്ല ദൈവമേ, ഞാൻ എന്നെ ശ്രമിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലദായകത്വം അവർക്കുണ്ടാകട്ടെ. അവർ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടട്ടെ. അവർ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ കൂടുതലായിട്ട് ലഭിക്കട്ടെ. അവർ പ്രാർത്ഥിക്കുമ്പോൾ അവരവരുടെ പുത്രന്മാരും അങ്ങയുടെ പുത്രന്മാരും പുത്രിമാരുമാകട്ടെ. അങ്ങനെ പ്രാർത്ഥന അവർക്കൊരു അനുഭവമാക്കി തീർക്കുകയും ആ പ്രാർത്ഥനയിലൂടെ ഒരാനന്ദത്തിൻ്റെ ജീവിതം, സന്തോഷത്തിൻ്റെ ജീവിതം നയിക്കുവാനായിട്ട് അവർക്ക് ലഭിക്കട്ടെ. അങ്ങനെ വിശുദ്ധിയുടെ ആനന്ദം പരിപൂർണമായിട്ടും അവർക്ക് ലഭിക്കുവാൻ വേണ്ട കൃപ കർത്താവേ ഇവർക്ക് ലഭിക്കണമെന്ന് ഇവർക്ക് എന്നെ ശ്രമിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങ് നൽകിയ എല്ലാ അഭിഷേകത്തിനും എല്ലാ അനുഗ്രഹങ്ങൾക്കും അങ്ങേക്ക് നന്ദി പറയുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.